ഓം നമ ശിവായ. ഞാൻ നിൽക്കുന്നത് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിന്റെ ആൽത്തറയുടെ മുന്നിലാണ്. ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ടെങ്കിൽ എൻ്റെ മനസ്സിനെ ആ കാഴ്ചകളൊന്നും സ്വാധീനിക്കുന്നില്ല. എൻ്റെ കാഴ്ചകൾ സ്വാധീനിക്കുന്ന ഇദ്ദേഹത്തിലാണ്. ഭഗവാന്റെ വാഹനത്തെ ആരും മനസ്സിലാക്കുന്നില്ല. ഇതിനകത്ത് കുടികൊള്ളുന്ന ശിവമാണ്. പക്ഷെ മനുഷ്യരെന്താ ഈ കാണുന്ന പുറത്ത് കാണുന്ന ബാഹ്യമായ സാധനങ്ങളെല്ലാം വാങ്ങിച്ച് ഇഷ്ടമാതിരി പൈസ, അതായത് എത്രമാത്രം പൈസ ജനങ്ങൾ കളയുന്നെന്ന് ജനങ്ങൾക്ക് അറിയത്തില്ല. വയറിന് അസുഖമുള്ളവർ വീണ്ടും വന്നിട്ട് പൊരിച്ചതും കരിച്ചതും ഒക്കെ തിന്നിട്ട് പോവാ. പക്ഷേ മരത്തിലുണ്ടാക്കുന്ന കാളയെ പോലും ആൾക്കാർ ദക്ഷിണ കൊടുത്ത് ചെയ്യും. കല്ലിലിരിക്കുന്ന കാളയുടെ അടുത്ത് പോയി ചെവി കുറിപ്പിക്കും. പക്ഷെ ജീവനോടുകൂടി നിൽക്കുകയാണ്. ഇതും ദൈവമാണ്. പരബ്രഹ്മത്തിന്റെ ഏറ്റവും വലിയ ആളാണിത്. നമ്മൾ പറയുമല്ലോ, പരബ്രഹ്മം എല്ലാ ജീവജാലങ്ങളിലും ഉണ്ടെങ്കിൽ പരബ്രഹ്മം കുടികൊള്ളുവാണ് ഇതില്. ഭഗവാന്റെ വാഹനമാണിത്. ഇതിനെന്ത് കൊടുത്താലും ശരി നമ്മുടെ പാപങ്ങൾ തീരുമെന്നുള്ളതാ. മഹാപാപങ്ങൾ ചെയ്യല്ലേ നമ്മള്. നമ്മൾ എന്നൊക്കെ മഹാപാപ ജന്തു ജീവജാലങ്ങളുടെ എല്ലാം കഴിക്കുന്നു, മറ്റു കാര്യങ്ങളെല്ലാം കഴിക്കുന്നു, നോൺ വെജ് എല്ലാം കഴിക്കുന്നു. ഏതാ എന്നറിയുമോ? ആ സർവപാപങ്ങളും തീരണമെങ്കിൽ ഒന്നും വേണ്ട, നമുക്ക് വേറൊന്നും ചിന്തിക്കണ്ട. ഭഗവാനെ ഒന്ന് തൊട്ട് തൊഴുതാ മതി. ഭഗവാനെ ഒന്ന് തൊട്ട് തൊഴുതിട്ട് ഒരു കാണിക്ക ഇടുന്നതാണ് ഏറ്റവും കൂടുതൽ പ്രയോജനമായിട്ട് വരുന്നത്. ഇതിന്റെ ശാസ്ത്രമുണ്ട്. ഒരുപക്ഷെ അതിക്രൂരമായ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തവരായിരിക്കും അതെ ഇതിന്റെ ആത്മാവ്. എങ്കിലും അത് ശിവനെ പ്രാർത്ഥിച്ചു കാണും. അതുകൊണ്ടാണ് അവൻ ഇവിടെ വന്ന് ഈ ഓച്ചിറ മണ്ണിൽ വന്ന് നിന്ന് ഇതിൽ നിന്ന് ജീവിതമാർഗം കഴിയണമെന്ന് പറയുന്നത്. എന്തായാലും ഇതൊരു പ്രത്യേകമായ സംരംഭം തന്നെയാണ്. ഇത് തീർച്ചയായിട്ടും ഭഗവാനെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കാളെ കൊണ്ടുവരും നാടുകളിലേക്ക്. അപ്പോഴേക്ക് വീട്ടമ്മമാർക്ക് കുട്ടികൾക്കൊക്കെ ഭയങ്കര ആശയം. പരബ്രഹ്മം വന്നെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളുടെയൊക്കെ കുഞ്ഞുനാളിൽ ഞങ്ങളുടെയൊക്കെ നാട്ടിലേക്ക് ഓച്ചിറക്കാള വരുമ്പോഴത്തേക്ക് പരബ്രഹ്മം വന്നു എന്നുള്ള സങ്കല്പമാണ്. വളരെ ഭക്തിയോടുകൂടിയാണ് ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്. നമ്മുടെ മണ്ണിലേക്ക് അത് വന്നല്ലോ. ഇപ്പൊ അങ്ങനെ അധികം കൊണ്ടുവരുന്നില്ല, ഇവിടെ വെച്ച് മാത്രമേ ഉള്ളൂ. പക്ഷെ ജനങ്ങൾക്കറിയത്തില്ല. ജനങ്ങൾ ആദ്യം ആരെയാണ് ആരാധിക്കേണ്ടത്? ഇതിനെയാണ് ആരാധിക്കേണ്ടത്. അതിന്റെ ഒരു ഭഗവാൻ കാണിച്ചു തന്നിരിക്കുക. ജീവജാലങ്ങളെ ആരാധിച്ചിട്ട് വേണം പിന്നെ മറ്റുള്ള ബിംബങ്ങളിലേക്ക് കൊടുക്കാൻ. പക്ഷെ ജനങ്ങൾ എത്രയോ ആയിരങ്ങൾ പതിനായിരങ്ങൾ പോവുക. അതിൽ വളരെ കുറച്ചു പേര് മാത്രമേ ആ ഭഗവാന്റെ വാഹനമെന്ന് നമ്മൾ സങ്കല്പിച്ചിരിക്കുന്നത്. എല്ലാം സങ്കല്പമാണല്ലോ. ആ ഓച്ചിറക്കാളെ തൊട്ട് വധിച്ച് അതിന് എന്തെങ്കിലും ഒരു ദക്ഷിണ വെച്ച് പോകുന്നവര്. അപ്പം ഇതിനെ എഴുന്നള്ളിക്കും. ഓരോ വഴിപാടുകൾക്ക് വേണ്ടിയിട്ട് ഇതിനെ 8 കണ്ട എഴുന്നള്ളിക്കും. അപ്പോൾ ഭഗവാൻ അതിന്റെ പുറത്ത് വൃഷഭവാഹനം എന്ന് പറയുന്നത് പാർവതി പരമേശ്വരന്മാര് സഞ്ചരിക്കുന്നതാണ് പറയുന്നത്. ഇതിന്റെ പുറത്ത് എപ്പോഴും ഞാൻ വിചാരിക്കും, ദൈവമേ ഇവർക്കൊക്കെ പ്രത്യേകം ഇരിക്കാനുള്ള ഇരിപ്പടം ഇവിടെ ഉണ്ടാക്കി കൊടുത്തെങ്കിലോ. ഇവരൊക്കെ മണ്ണിലല്ലേ നിൽക്കുന്നത്. ഇവിടെ ഒരുപാട് കാര്യങ്ങളൊക്കെ ബിൽഡിങ് ചെയ്യും. പക്ഷെ ഇപ്പോഴും നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ ഹിന്ദുക്കൾ പുറകോട്ടാന്ന് വേണം പറയാൻ. ഇവർക്കൊക്കെ ഇരിക്കാനായിട്ട് ഓരോ ഓരോ മണ്ഡപം ഉണ്ടാക്കി കൊടുക്കണം ഇവരെ പിടിച്ച് നിൽക്കാന്. ഇവര് നല്ല സ്മൂത്തായിട്ട് നിലത്ത് നിൽക്കട്ടെ. അവർക്ക് കിടക്കണമെന്ന് തോന്നുമ്പോൾ കിടക്കാമല്ലോ. ഈ 3 ആൽത്തറ ചവിട്ടിൽ മണ്ഡപം ഉണ്ടാക്കിയിരുന്നെങ്കിൽ എത്രയോ ധന്യമായേനെ. അവിടെ അതിനെ തൊട്ട് തൊഴുത് പോകുന്നൊരു ബോർഡ് ഒന്നും വെക്കുന്നില്ല. പക്ഷെ ഇതിന്റെ അവകാശികളായിരിക്കുന്ന ഇതൊരു അമ്മയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതിനെപ്പോലെ അതിന്റെ അമ്മയും നിൽക്കുകയാണ്. ഭക്തിയുടെയും അവകാശത്തിന്റെയും പാരമ്പര്യത്തിന്റെയും ഒക്കെ പ്രതീകമാണിത്. ഭക്തിയുടെയും അവകാശത്തിന്റെയും പാരമ്പര്യത്തിന്റെയും. കാലം എത്ര പ്രയോഗിച്ച് ചന്ദ്രനിലേക്ക് പോയാലും മനുഷ്യ മനസ്സെന്ന് പറയുന്ന ഈ വിശ്വാസങ്ങളിൽ തന്നെ നിൽക്കുന്നവരാണ്. എന്തായാലും ഭഗവാനെ ഈ ആൽത്തറയുടെ 3ാമത്തെ ആൽത്തറയായത്. ഇവിടെ വന്നിരുന്ന് ഭഗവാന്റെ കാര്യങ്ങൾ പറയാനായിട്ട് പരബ്രഹ്മ ഒരു അവസ്ഥ തന്നത് വളരെ സന്തോഷിക്കുന്നു. എല്ലാ പരബ്രഹ്മ വിശ്വാസികൾക്കും ഈ 12 വിളക്കിന്റെ അന്ന് അമ്മ എല്ലാവിധ ആശംസകളും നേരുന്നു. പോരാതെ ഭഗവാനെ മനുഷ്യരറിഞ്ഞോ അറിയാതെയോ അവിടത്തേക്ക് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് സദയം പൊറുക്കുക. അവിടുന്ന് ഇല്ലെങ്കിൽ ഒന്നുമില്ല. അവിടുന്നാണ് ഞങ്ങളുടെ അരങ്ങ്, അവിടുന്നാണ് വൃഷഭവാഹനം. അവിടുത്തെ ഞങ്ങൾ സർവാത്മന നമസ്കരിക്കുന്നു. കായേന വാച മനസ്സേന്ദ്രിയറോ ബുദ്ധിയാത്മനവ പ്രകൃതി സ്വഭാവം. മനുഷ്യകുലങ്ങൾ ചെയ്യുന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും അവിടുന്ന് ക്ഷമിക്കണേന്ന് ഒരിക്കൽ കൂടെ അവിടുത്തെയോട് പറയുകയാണ്. അവിടുത്തെ അനുഗ്രഹം ഉണ്ടാകണേന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇത് അന്ധവിശ്വാസം അല്ല. കോടാനുകോടി ജനങ്ങൾ കഴിക്കുന്ന ഭക്ഷണം എന്താണെന്ന് അറിയാതെ അവർ പാപം ചെയ്യുമ്പോൾ ഒരു ആധ്യാത്മിക ജീവിയായ എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാവരുടെയും പാപഫലം മാറുന്നതിന് ഈ മണ്ണിൽ നിന്നുകൊണ്ട് ഞാൻ അവിടുത്തെയോട് പ്രാർത്ഥിക്കുകയാണ്. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ.
ഇനി 12 വിളക്കിന്റെ തിരക്കാണ്. ഇവിടെ നിറയെ ദീപങ്ങളാണ്. എല്ലാം നല്ല സന്തോഷമായിട്ട് പോകുന്നു. ജനങ്ങളുടെ എല്ലാം മുഖത്ത് പ്രതീക്ഷകളാണ്. വരാനിരിക്കുന്ന ഒരു വർഷത്തേക്ക് അടുത്ത വൃശ്ചികം വരെ ഇവിടം പിന്നെ എല്ലാവരും തമ്മിൽ കാണണമെങ്കിൽ അടുത്ത വൃശ്ചികമാകണം. എല്ലാവരും പ്രതീക്ഷയുടെ ആ പുത്തിരി നിറഞ്ഞ മനസ്സമാധാനത്തോടുകൂടി പോവുകയാണ്. ഞാനും നമസ്കാരം പറയുന്ന എല്ലാവർക്കും എപ്പോഴും ഭഗവാന്റെ വാഹനങ്ങളെല്ലാം സന്തോഷമായിട്ട് ആരാലും ഉപദ്രവിക്കപ്പെടാതെ ഇരിക്കണേന്ന് ഒന്നുകൂടി ഭഗവാൻ മഹാദേവനോട് പ്രാർത്ഥിക്കുന്നു. പരബ്രഹ്മമേ നമസ്തേ.